ലോകത്തിന്റെ ചില കോണുകളിൽ മരണം ഒരു ഭയാനകമായ ആഘോഷമാണ്. ചില ഗോത്രങ്ങൾ മരിച്ചവരുടെ ശരീരം കുഴിച്ചെടുത്ത് വസ്ത്രം ധരിപ്പിച്ച് കുടുംബത്തോടൊപ്പം ഇരുത്തും. ചിലർ അവരോടൊപ്പം ഉത്സവങ്ങളിൽ നൃത്തം ചെയ്യും. ചിലർ കഴുകന്മാരെ കൊണ്ട് തീറ്റിക്കും. ചിലർ മൃതദേഹത്തിന്റെ ചില ഭാഗങ്ങൾ മുറിച്ചെടുത്ത് ഭക്ഷണം തയ്യാറാക്കുകയും അത് ആരാധനാപൂർവം കഴിക്കുകയും ചെയ്യും. വിശ്വസിക്കാൻ പ്രയാസമാണല്ലേ? എന്നാൽ ഇത് വെറും കഥയല്ല. ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഇന്നും തുടരുന്ന സത്യമാണിത്. ഈ വീഡിയോയിൽ അവിശ്വസനീയമാംവിധം ലോകത്ത് നടക്കുന്ന 10 ശവസംസ്കാര ആചാരങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വീഡിയോ കാണൂ. എല്ലാവർക്കും ഫെമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നമ്പർ 10, ഡ്രസ്സിംഗ് ഓഫ് ദ ഡെഡ്. ഇന്തോനേഷ്യയിലെ ടൊറാജൻ പീപ്പിളിന് സുലാവേസി ദ്വീപിൽ പരിശീലിക്കുന്ന ഒരു വിചിത്രമായ ശവസംസ്കാര ആചാരമുണ്ട്. മരിച്ച പ്രിയപ്പെട്ടവരെ അവർ ജീവിച്ചിരിക്കുന്നവരായിട്ടാണ് കരുതുന്നത്. ബന്ധുക്കൾ ശവക്കുഴികൾ തുറന്ന് മൃതദേഹങ്ങൾ പുറത്തെടുത്ത് വൃത്തിയാക്കിയ ശേഷം പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിക്കുകയും തുടർന്ന് അനുസ്മരണ ആഘോഷത്തിൽ പ്രദർശിപ്പിക്കുകയുമൊക്കെ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളോടൊപ്പം ഫോട്ടോകളും എടുക്കും. മരണം അവസാനമല്ല, ഒരു ട്രാൻസിഷൻ ആണെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. അവർ മരിച്ചവർക്ക് ഭക്ഷണം കൊടുക്കും. അവരുടെ ഈ ആചാരാനുഷ്ഠാനത്തെ മനേനെ എന്നാണ് അറിയപ്പെടുന്നത്. മരിച്ചവരുടെ മൃതദേഹങ്ങൾ പലപ്പോഴും എംബം ചെയ്ത് സ്വാഭാവികമായി സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ആചാരങ്ങൾക്ക് ശേഷം മരിച്ചവരെ അവരുടെ ശവകുടീരങ്ങളിൽ തിരികെ വയ്ക്കും. നമ്പർ 9, ഹാങ്ങിങ് കോഫിൻസ്. ഫിലിപ്പീൻസിലെ പർവ്വത പ്രവിശ്യയിൽ സ്ഥിതി ചെയ്യുന്ന സഗാഡയിലെ ഹാങ്ങിങ് കോഫിൻസ് അഥവാ തൂങ്ങിക്കിടക്കുന്ന ശവപ്പെട്ടികൾ ഇഗോറോഡ് പീപ്പിൾസ് ആചരിക്കുന്ന ഒരു പുരാതന ശവസംസ്കാര പാരമ്പര്യമാണ്. ഈ സവിശേഷ രീതിയിൽ മരശവപ്പെട്ടികൾ മണ്ണിനടിയിൽ കുഴിച്ചിടുന്നതിന് പകരം ചുണ്ണാമ്പുകല്ല് പാറക്കല്ലുകളിലോ ഗുഹകളിലോ സ്ഥാപിക്കുന്നതാണ്. 2000 വർഷത്തിലേറെ പഴക്കമുള്ള ഈ പാരമ്പര്യം മരിച്ചവരെ അവരുടെ പൂർവിക ആത്മാക്കളിലേക്കും സ്വർഗങ്ങളിലേക്കും അടുപ്പിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആധുനിക ശവസംസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കുടുംബങ്ങളുള്ളവരും മാന്യമായ ജീവിതം നയിച്ചവരുമായ മൂപ്പന്മാർക്ക് മാത്രമേ ഈ ശവപ്പെട്ടി സംസ്കാരത്തിനുള്ള പദവി നൽകിയിരുന്നുള്ളൂ. മരണത്തിനു മുമ്പ് മരിച്ചയാൾ പലപ്പോഴും പൊള്ളയായ മരക്കഷണങ്ങളിൽ നിന്ന് സ്വന്തം ശവപ്പെട്ടി കൊത്തിയെടുക്കുമായിരുന്നു. ശവസംസ്കാര വേളയിൽ മൃതദേഹം തുണിയിൽ പൊതിഞ്ഞ് ഒരു ഗംഭീര ഘോഷയാത്രയിൽ ശ്മശാന സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ബന്ധുക്കളും ഗ്രാമവാസികളും കയറുകളും ഉടൽ സ്കാൽഫോൾഡിങ്ങും ഉപയോഗിച്ച് ശവപ്പെട്ടി പാറക്കെട്ടുകളിൽ ഉറപ്പിക്കുമായിരുന്നു. ശവപ്പെട്ടിയുടെ സ്ഥാനം കുടുംബത്തിന്റെ ആഗ്രഹങ്ങളെയും സാമൂഹിക നിലയെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നമ്പർ 8, എൻഡോകാനിബലിസം. എൻഡോകാനിബലിസം എന്നത് സ്വന്തം സമൂഹത്തിലെ മരിച്ച അംഗങ്ങളുടെ മാംസമോ അവശിഷ്ടങ്ങളോ കഴിക്കുന്ന രീതിയാണ്. പപ്പുവ ന്യൂ ഗിനിയയും ബ്രസീലിലെ വാരി പീപ്പിളും ചില ആമസോണിയനും മലേഷ്യൻ ഗോത്രങ്ങൾ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള വിവിധ തദ്ദേശീയ ഗോത്രങ്ങൾ മരിച്ചവരെ ബഹുമാനിക്കുന്നതിനും അവരുമായി ആത്മീയ ബന്ധം നിലനിർത്തുന്നതിനുമുള്ള ഒരു മാർഗമായി ഇത് പരിശീലിച്ചിട്ടുണ്ട്. ഈ സംസ്കാരങ്ങളിൽ മരിച്ചവരെ ഭക്ഷിക്കുന്നത് അവരുടെ ശക്തിയും ജ്ഞാനവും ആത്മാവും ആഗിരണം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. മരണശേഷവും അവർ സമൂഹത്തിന്റെ ഭാഗമായി തുടരുന്നുവെന്ന് ഉറപ്പാക്കുന്നു. പപ്പുവ ന്യൂ ഗിനിയയിലെ വിദേശഗോത്രത്തിൽ ഈ ആചാരം 20-ാം നൂറ്റാണ്ടിൽ കുരു എന്ന മാരകമായ രോഗം പടരുന്നതിലേക്ക് നയിച്ചു. മരിച്ച ബന്ധുക്കളുടെ തലച്ചോറും മാംസവും കഴിക്കുന്നതിൽ പൂർവികർ, പ്രത്യേകിച്ച് സ്ത്രീകളും കുട്ടികളും പങ്കെടുത്തിരുന്നു. തുടർന്ന് രോഗം ബാധിക്കുകയും കടുത്ത നാഡീവ്യവസ്ഥയുടെ അപജയത്തിനും വിറയലിനും ഒടുവിൽ മരണത്തിനും കാരണമാവുകയും ചെയ്തു. 1950കളിൽ എൻഡോകാനിബലിസവും കുരുവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയതോടെ അധികാരികളും മിഷണറിമാരും ഈ ആചാരം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. നമ്പർ 7, ഡാൻസിംഗ് വിത്ത് ദ ഡെഡ്. മരിച്ചവരോടൊപ്പം നൃത്തം ചെയ്യുക എന്നത് ലോകമെമ്പാടുമുള്ള വിവിധ സംസ്കാരങ്ങൾ ആചരിക്കുന്ന ഒരു സവിശേഷമായ ശവസംസ്കാര പാരമ്പര്യമാണ്. പ്രത്യേകിച്ച് മഡഗാസ്കറിൽ അവിടെ ഇത് ഫമാദിഹാന എന്നാണ് അറിയപ്പെടുന്നത്. അവർ മരിച്ച പൂർവികരുടെ ശവകുടീരങ്ങളിൽ നിന്ന് അവശിഷ്ടങ്ങൾ പുറത്തെടുക്കുകയും പുതിയ പട്ടുതുണിയിൽ പൊതിയുകയും ശരീരങ്ങളുമായി സന്തോഷത്തോടെ നൃത്തം ചെയ്യുകയും ചെയ്യും. പൂർവികർ അവരുടെ പിൻഗാമികളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് തുടരുമെന്ന വിശ്വാസത്തെ ശക്തിപ്പെടുത്തുന്ന മരിച്ചവരോടുള്ള സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ആഘോഷമാണിത്. സാധാരണയായി 5 മുതൽ 7 വർഷം വരെ നടത്തുന്ന ഫമാദിഹാന സംഗീതവും നൃത്തവും ഉൾപ്പെടുന്ന ഉല്ലാസകരമായ ഒരു ഉത്സവമാണ്. അവിടെ കുടുംബാംഗങ്ങൾ അവരുടെ വംശപരമ്പരയെ ബഹുമാനിക്കാനും പ്രിയപ്പെട്ടവരുടെ ആത്മാക്കളുമായി വീണ്ടും ഒന്നിക്കാനും ഒത്തുകൂടും. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് 2017 മഡഗാസ്കറിൽ പ്ലേഗ് പിടിപെട്ട് 100 കണക്കിന് ആളുകൾ മരിച്ചിരുന്നു. നമ്പർ 6, ബറീഡ് ഇൻ എ ട്രീ. തെക്ക് കിഴക്കൻ ഏഷ്യ, ആഫ്രിക്ക, പസഫിക് ദ്വീപുകൾ എന്നിവിടങ്ങളിലെ ചില ആദിമ വിഭാഗങ്ങൾ ആചരിക്കുന്ന ഒരു ശവസംസ്കാര പാരമ്പര്യമാണ് മരങ്ങളിൽ മരിച്ചവരെ സംസ്കരിക്കുന്ന രീതി. അവർ മരങ്ങളെ ജീവിതത്തിന്റെയും വളർച്ചയുടെയും പ്രതീകങ്ങളായിട്ടാണ് കാണുന്നത്. കാവിറ്റിനോ കമ്മ്യൂണിറ്റീസും ഓസ്ട്രേലിയയിലെ ചില ആദിവാസി ഗോത്രങ്ങളും നടത്തുന്ന ശവസംസ്കാരങ്ങളിൽ മരിച്ച കുട്ടിയെ ഒരു മരത്തിനുള്ളിൽ വെക്കുന്നത് അവരുടെ ആത്മാവിനെ പ്രകൃതിയോടൊപ്പം വളരാൻ അനുവദിക്കുമെന്ന വിശ്വാസത്തിലാണ്. ചില ഫിലിപ്പീൻ സമൂഹങ്ങളിൽ മൃതദേഹങ്ങൾ നെയ്ത പായകളിലോ തുണികളിലോ പൊതിഞ്ഞ് വലിയ ശാഖകളിൽ ബന്ധിക്കും. കാലക്രമേണ
വൃക്ഷങ്ങളുടെ ശവസംസ്കാര രീതികൾ വലിയ തോതിൽ അപ്രത്യക്ഷമാവുകയോ പരമ്പരാഗത ശവസംസ്കാരങ്ങൾ വഴി മാറ്റിസ്ഥാപിക്കപ്പെടുകയോ ചെയ്തു. എങ്കിലും ചില വിദൂര പ്രദേശങ്ങളിൽ ഈ പാരമ്പര്യം ഇപ്പോഴും ആചരിക്കപ്പെടുന്നുണ്ട്. ബെഡ് ബറിയൽസ്, പക്ഷികളുടെ ശവസംസ്കാരം ലോകമെമ്പാടുമുള്ള വിവിധ സംസ്കാരങ്ങളിൽ കാണപ്പെടുന്ന ഒരു പുരാതനവും അപൂർവവുമായ ശവസംസ്കാര ആചാരമാണ്. മരിച്ചവരുടെ അവശിഷ്ടങ്ങൾ പക്ഷികളുടെ കൂടുകളിൽ സ്ഥാപിച്ചുകൊണ്ട് പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്ന ഒരു രീതിയാണിത്. ഈ ആചാരം ആത്മീയ വിശ്വാസങ്ങളും അനിമിസവും ആത്മാവ് മരണാനന്തര ജീവിതത്തിലേക്ക് പറക്കുന്നതിന്റെ ആശയവുമൊക്കെയായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ചില തദ്ദേശീയ അമേരിക്കൻ ഗോത്രങ്ങളും ടിബറ്റൻ ബുദ്ധമതക്കാരുമെല്ലാം ഇത് ചെയ്യുന്നുണ്ട്. ഇതിലേറ്റവും ശ്രദ്ധേയം ടിബറ്റൻ സ്കൈബെറിയർ ആണ്. അതിൽ ശരീരങ്ങൾ കഴുകന്മാർ കഴിക്കാൻ വേണ്ടി പർവ്വത ശിഖരങ്ങളിൽ ഉപേക്ഷിക്കും. ഇത് ആത്മാവിനെ സ്വർഗത്തിലേക്ക് വിടുന്നതിനെയാണ് പ്രതീകപ്പെടുത്തുന്നത്. ചില ഗോത്രങ്ങൾ പക്ഷികൾക്ക് മരിച്ചവരുടെ ആത്മാക്കളെ ആകാശത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിക്കുന്നതിനായി മരിച്ചവരുടെ അവശിഷ്ടങ്ങൾ ഉയർന്ന സ്ഥലങ്ങളിൽ സ്ഥാപിക്കാറുണ്ട്. അണ്ടർ വാട്ടർ ബറിയൽസ്, മരിച്ചവരുടെ ഭൗതികാവശിഷ്ടങ്ങൾ കരയിൽ സംസ്കരിക്കുന്നതിന് പകരം സമുദ്രത്തിലോ തടാകങ്ങളിലോ മറ്റ് ജലാശയങ്ങളിലോ സ്ഥാപിക്കുന്ന ഒരു ശവസംസ്കാര രീതിയാണ് അണ്ടർ വാട്ടർ ബറിയൽസ്. വിവിധ സംസ്കാരങ്ങളിൽ, പ്രത്യേകിച്ച് തദ്ദേശീയ ഗോത്രങ്ങളിലും നാവികസേനകൾക്കിടയിലുമെല്ലാം ഈ രീതി ചരിത്രപരമായി പ്രാധാന്യമർഹിക്കുന്നുണ്ട്. ചില സംസ്കാരങ്ങളിൽ മൃതദേഹങ്ങൾ ബോട്ടുകളിൽ സ്ഥാപിക്കുകയും കടൽ ദേവന്മാർക്ക് വഴിപാടായി മുക്കുകയും ചെയ്തിരുന്നു. ഫ്ലോറിഡയുടെ തീരത്ത് ഇപ്പോൾ ഒരു വിചിത്രമായ ശവസംസ്കാര ആചാരമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത പവിഴപ്പുറ്റുകളിൽ ഒന്നായ നെപ്റ്റ്യൂൺ മെമ്മോറിയൽ റീഫിൽ ഒരു സവിശേഷമായ ശവസംസ്കാര ചടങ്ങ് നടക്കുന്നുണ്ട്. ഇത് അണ്ടർ വാട്ടർ സെമിത്തേരിയായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത പവിഴപ്പുറ്റുകളിൽ ഒന്നാണ്. ഒരു അണ്ടർ വാട്ടർ ബറിയൽ സ്ഥലം ഒരു സംസ്കാരം മാത്രമല്ല, സമുദ്രജീവികളെ വളർത്താൻ ലക്ഷ്യമിട്ടുള്ള പാരിസ്ഥിതിക പദ്ധതി കൂടിയാണ്. മത്സ്യങ്ങൾക്കും മറ്റ് കടൽ ജീവികൾക്കുമെല്ലാം ഈ പവിഴപ്പുറ്റ് ഒരു ആവാസ വ്യവസ്ഥയായി മാറുന്നുണ്ട്. നമ്പർ 3, സൊറോസ്ട്രിയൻസ് ഫ്യൂണറൽസ്. സൊറോസ്ട്രിയൻ ശവസംസ്കാര ചടങ്ങുകൾ ടവർ ഓഫ് സൈലൻസ് ബെറിയൽ എന്നും അറിയപ്പെടുന്ന പുരാതനവും അതുല്യവുമായ ഒരു ആചാരത്തെയാണ് പിന്തുടരുന്നത്. ഇത് പരിശുദ്ധിയിലും പ്രകൃതിയുടെ പവിത്ര ഘടകങ്ങളിലും മതത്തിന്റെ വിശ്വാസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. സൊറോസ്ട്രിയനിസത്തിൽ മൃതദേഹം അശുദ്ധമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. കാരണം നസു എന്ന പൈശാചിക ശക്തിയാൽ അത് മലിനമാകുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. ഇത് ശരീരത്തെയും അതിന്റെ ചുറ്റുപാടുകളെയും ദുഷിപ്പിക്കും. ഈ മലിനീകരണം ഭൂമിയെയോ തീയെയോ വെള്ളത്തെയോ ബാധിക്കാതിരിക്കാൻ പരമ്പരാഗത സെറോട്രിയക്കാർ അവരുടെ മരിച്ചവരെ കസ്മസ് എന്ന് വിളിക്കുന്ന വൃത്താകൃതിയിലുള്ള ശിലാഘടനകളിൽ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണയായി കുന്നിൻ മുകളിലാണിത് നിർമ്മിക്കുന്നത്. അവിടെ മൃതദേഹങ്ങൾ കഴുകന്മാരെ പോലെയുള്ള പക്ഷികൾക്ക് നൽകും. പക്ഷികൾ മാംസം വേഗത്തിൽ ഭക്ഷിക്കുകയും അസ്ഥികൾ മാത്രം അവശേഷിപ്പിക്കുകയും ചെയ്യും. കാലക്രമേണ നഗരവൽക്കരണവും നിയമപരമായ നിയന്ത്രണങ്ങളും കഴുകന്മാരുടെ എണ്ണം കുറയുന്നതുമെല്ലാം ഈ പരമ്പരാഗത ശവസംസ്കാരങ്ങളെ വളരെ സാധാരണമാക്കി തീർത്തു. നമ്പർ 2, ഡെഡ് ബീഡ്സ്, മരണമണികൾ. ദക്ഷിണ കൊറിയയിലെ ഒരു ആധുനിക ശവസംസ്കാര പാരമ്പര്യമാണ്. അവിടെ മരിച്ച വ്യക്തിയുടെ ചിതാഭസ്മം കുഴിച്ചിടുകയോ കലശങ്ങളിൽ സൂക്ഷിക്കുകയോ ചെയ്യുന്നതിന് പകരം ചെറിയ വർണ്ണാഭമായ മണികളാക്കി മാറ്റും. ഭൂമിക്ഷാമവും കർശനമായ ശവസംസ്കാര നിയന്ത്രണങ്ങളും മരണത്തോടുള്ള സാംസ്കാരിക മനോഭാവങ്ങളിലെ മാറ്റവും കാരണം ഈ രീതി കൂടുതൽ പ്രചാരത്തിലായി. 2000-ൽ ദക്ഷിണ കൊറിയൻ സർക്കാർ 60 വർഷത്തിന് ശേഷം പരമ്പരാഗത ശവക്കുഴികൾ നീക്കം ചെയ്യണമെന്ന് കുടുംബങ്ങളോട് ആവശ്യപ്പെടുന്ന ഒരു നിയമം പാസാക്കിയിരുന്നു. ഇത് പലരെയും മറ്റൊരു സംസ്കാര ഓപ്ഷൻസ് തേടാൻ പ്രേരിപ്പിച്ചു. നീല, പച്ച, പിങ്ക് അല്ലെങ്കിൽ കറുപ്പ് നിറങ്ങളിലുള്ള മിനുസമാർന്ന മുത്തുപോലെയുള്ള മണികൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ മണികൾ പിന്നീട് ഗ്ലാസ് പാത്രങ്ങളിൽ സ്ഥാപിച്ച് വീടുകളിൽ പ്രദർശിപ്പിക്കും. കുടുംബങ്ങൾക്ക് ശവസംസ്കാര സ്ഥലം ആവശ്യമില്ലാതെ തന്നെ അവരുടെ പ്രിയപ്പെട്ടവരെ ഓർമ്മിക്കാനുള്ള ഒരു മാർഗമാണിത്. നമ്പർ 1, സോകുഷിൻ ബുസു. ജപ്പാനിലെ ബുദ്ധമത സന്യാസിമാർ പ്രത്യേകിച്ചും 11ഉം 19ഉം നൂറ്റാണ്ടുകൾക്കിടയിൽ ഷുഗോൻ വിഭാഗം ആചരിച്ചിരുന്ന സെൽഫ് മമ്മിക്കേഷന്റെ ഒരു തീവ്രമായ രൂപമായിരുന്നു സോകുഷിൻ ബുസു. ഈ ആചാരത്തിന്റെ ലക്ഷ്യം ഒരു സന്യാസിക്ക് ജ്ഞാനം നേടുകയും തന്റെ ശരീരത്തെ ആത്മീയ ശക്തിയുടെ ഒരു ശാശ്വത പാത്രമായി സംരക്ഷിക്കുകയും ചെയ്യുക എന്നതായിരുന്നു. ഈ പ്രക്രിയയ്ക്ക് വർഷങ്ങളുടെ സമർപ്പണം ആവശ്യമായിരുന്നു. കൂടാതെ കർശനമായ ഭക്ഷണക്രമവും ഇതിൽ ഉൾപ്പെട്ടിരുന്നു. സന്യാസി ക്രമേണ ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുകയും മരത്തിന്റെ പുറന്തലിയും പരിപ്പും വേരുകളും മാത്രം കഴിക്കുകയും അരിയും ധാന്യങ്ങളും ഒഴിവാക്കുകയും ചെയ്യുമായിരുന്നു. ശരീരത്തിലെ കൊഴുപ്പില്ലാതാക്കുക എന്നതാണ് ഈ ഭക്ഷണക്രമത്തിലൂടെ ലക്ഷ്യമിടുന്നത്. അല്ലാത്തപക്ഷം അത് അഴുകലിന് കാരണമാകും. ഈ പ്രക്രിയയ്ക്ക് ശ്രമിച്ച നിരവധി സന്യാസിമാരിൽ ഏതാനും പേർ മാത്രമേ സെൽഫ് മമ്മിഫിക്കേഷൻ വിജയകരമായി നേടിയിട്ടുള്ളൂ. അവിടെ സംരക്ഷിക്കപ്പെട്ട ശരീരങ്ങൾ ഇന്നും ജാപ്പനീസ് ക്ഷേത്രങ്ങളിൽ കാണാൻ കഴിയും. ഇതിലേതാചാരമാണ് നിങ്ങളെ അത്ഭുതപ്പെടുത്തിയതെന്ന് കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും വേണം. അടുത്ത വീഡിയോ കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ, ജയ് ഹിന്ദ്.